എന്റെ ദൈവമേ, മാപ്പ് കച്ചനം കൊണ്ട് ഞാൻ ഗതി പിടിച്ചില്ല. ഈ ബിസിനസ് എങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ. ഐശ്വര്യമായി കാലത്തെ ഒരു നല്ല കച്ചവടം നടത്തി തരണേ. ഈ പഴുത്തന എന്താവല്ല മോനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. പരിചയോ? എന്നെയോ? മോന്റെ തറവാട് എവിടെയാ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ മാപ്പ് വെക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടുമില്ല. എനിക്ക് തറവാടുമില്ല. എടാ, നീയാണെന്ന് മാപ്പ് വെക്കാൻ വന്നതല്ലേ? എന്റെ മോന്റെ പൈസ മുഴുവൻ നീ തട്ടിച്ചെടുത്തു. എടാ, നിന്നെ ഞാൻ ആര് പറഞ്ഞ പിള്ളേരെ പറ്റി നിന്റെ കച്ചവടം ഞാൻ ഇതോടെ തീർക്കൂടാ. ആരുടെ അനുവാദം കൂടെ അകത്ത് കിടന്നത്? അനുവാദം ചോദിക്കാൻ ഞങ്ങൾ അകത്ത് വന്നേ. ഇറങ്ങടാ ചേട്ടാ, ഞങ്ങള് ഖുശ്ബു. നിങ്ങൾ ഖുശ്ബു? അല്ല ചേട്ടാ, ഞങ്ങൾ ഖുശ്ബുവിനെ കാണാൻ വേണ്ടി വന്ന. മേഡത്തെ കാണാൻ പറ്റില്ല. മേഡം ഇവിടെ ഇല്ല. അഥവാ മേഡത്തെ കാണുമെങ്കിൽ ഏത് സിനിമ പോയി കാണും. ഞങ്ങളൊന്ന് ഖുശ്ബുവിനെ കണ്ടു വെച്ച് ചേട്ടൻ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഉണ്ടോടാ എന്റെ ജോലി? ചോട്ടന്റെ ഒരു ജോലി. എന്താ നീ പറഞ്ഞത്? അതെ, വിവരമില്ലാത്തവന് എന്തെങ്കിലും പറഞ്ഞു വെച്ച് ബുദ്ധിയില്ലാത്ത ചേട്ടൻ ക്ഷമിച്ചൂടെ? പൊന്നു ചേട്ടാ, ഞങ്ങൾ ഖുശ്ബുവിനെ കാണാൻ വേണ്ടി കൊതിച്ച് നടന്നിട്ട് കിട്ടിയ ചാൻസാ. ഇത്തവണത്തേക്കെങ്കിലും ഞങ്ങൾ അകത്തേക്ക് കടത്തി വരണം പ്ലീസ്. ഞങ്ങൾ 4 പേരും കലാകാരന്മാരാ. ഇവനസ്ഥലായിട്ട് പാരടി പാടും. അസലായിട്ട് മിമിക്രി അടിക്കും. മിമിക്രി. എന്തായത്? അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അതിലാകെ പ്രശ്നമാണല്ലേ? ഖുശ്ബുവിനെ കാണാൻ വന്ന ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നൊന്നും ശരിയല്ല. ആ വേദനൊന്നും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ കയ്യിലെ ഭേദേ ഉള്ളൂ തരാൻ. പറ്റില്ല. എന്റെ പൊന്ന് കുറുക്കൻ ചേട്ടാ, അല്ല ഗൂർക്ക ചേട്ടാ, ഒന്ന് കടത്തി വിട്. സുരേഷ് ഗോപിയുടെ ഫാനായി. സുരേഷ് ഗോപി. കിച്ച്. ഓർമ്മയുണ്ടോ ഈ മുഖം? മാഡത്തിന്റെ ഉപ്പും ചോറും തിന്ന പോക്കറ്റിൽ ഒരു രാത്രിയും തിരികെ ഗേറ്റിനരികിൽ ഉറക്കുന്നു തന്നെ പോലുള്ള ചത്തൽക്ക് ആ പേര് ചേരൂ. വാച്ച്മാൻ, യെസ്, ഐ റിയലി മീൻ ടു കൈ മടക്ക് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. മേഡത്തെ കാണാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങള് വാച്ച്മാൻ, അവരെ 4 പേരെ അകത്തേക്ക് വിടൂ. ഓക്കെ മേഡം. കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ മാഡത്തിന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്. ഞങ്ങൾ മാഡത്തിനെ കാണാൻ മദ്രാസിലൊക്കെ പോയിരുന്നത്. പോലീസ് സ്റ്റേഷനിലും നിന്നിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഇപ്പോ ആഗ്രഹം സാധിച്ചല്ലോ. എന്നാ ശരി, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. നമുക്ക് ഇനി ഒരു ദിവസം കാണാം. എന്താ? ആ പിന്നെ ആഗ്രഹം സാധിച്ചെന്ന് കരുതി ഇനിയും വരാതിരിക്കരുത് കേട്ടോ.